എടി അങ്ങനെ അവര് തോക്ക് ചൂണ്ടിയിരിക്കുന്ന സമയത്തെ നമ്മുടെ ഈ ടീന ഒരു ഒറ്റ ചാട്ടം. ഈ പേടിത്തൊണ്ടിയോ? ആ, എന്നിട്ടെന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ? എന്താ സംഭവിച്ചേ? സത്യം പറ, ഷീല ഇപ്പൊ ഇവിടെ ഉണ്ട്? എനിക്കറിയത്തില്ലെന്നേ. സത്യം പറയാനാ പറഞ്ഞത്. ഈ പേടിത്തൊണ്ടി എന്നുള്ള പേര് മാറ്റാൻ പറ്റിയ സമയമാണ്. ടീന, കമോൺ കമോൺ, വിടലേ അവളെ. എന്നോട് കളിക്കാൻ വന്നോണ്ടല്ലോ, നിനക്കൊന്നും തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. നിന്നെ തീവ്ര സംഘത്തിൽ അകത്താക്കി കളി. ആഹാ, കളിക്കാൻ വന്നിരിക്കുന്നു. പാർവതി പുരുഷോത്തമൻ, പാറു. അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? എങ്ങനെ മറക്കും? മോഹഭംഗ മനസ്സിലെ പാപപങ്കില നടകളിൽ തൊഴുതു വന്നു മനോഹരി, അലസമായി വീതിയിൽ നീ എന്നിൽ അലിയുമോ ഒരിക്കൽ കൂടി. പാറു, കരിവള അണിഞ്ഞു നടന്ന നിന്റെ കയ്യിൽ കളിപ്പാട്ടത്തോക്ക്. വാട്ട് ഹാപ്പൻ ടു യു പാറു? എന്ത് പറ്റി നിനക്ക്? ഇത് കളിപ്പാട്ട തോക്കല്ല പ്രാഞ്ചി, ഇത് ഒറിജിനലാ. എവിടെ നിന്ന് അടിച്ചു മാറ്റിയത്? അയ്യോ, അടിച്ചു മാറ്റിയതല്ല, ഇതെന്റെ സർവീസ് പിസ്റ്റലാ. നീ എന്തോന്നില്ലപ്പാ? അയ്യോ, ഞാനിപ്പോ ATM സെക്യൂരിറ്റിയാ? ATM സെക്യൂരിറ്റി അല്ല, പിന്നെ ആന്റി ടെററിസ്കോപ്പ്. നീ ഇത്രയൊക്കെ വളർന്നെങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോൾ കടുക്കോ പിടുക്കോ ഇതുവരെ മാറിയില്ലല്ലേ? ഇല്ല പ്രാഞ്ചി. നീ അപ്പോ പഠിച്ചു വളർന്ന് ലക്ഷ്യത്തിലെത്തി. നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് PSC കോച്ചിങ്ങിന് ചേർന്നത്. പക്ഷേ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ തലേ ദിവസം വരട്ട് ചൊറിയും ചിക്കൻ കുനിയും വന്ന് ഞാൻ ഹോസ്പിറ്റലിലായിപ്പോയി. അല്ലെങ്കിൽ ഞാനും ഇപ്പോൾ എവിടെയെങ്കിലും IGയോ DOGയോ DIGയോ ഒക്കെ ആയിട്ടിരിക്കേണ്ടതായിരുന്നു. അതിരിക്കട്ടെ, നീ എന്താ ഇവിടെ? ഞാൻ ഇവിടുത്തെ ആ കൊച്ചുണ്ടല്ലോ, നാല് ഈ കൊച്ചേ ഒരു തീവ്രവാദ സംഘവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ കൊച്ചിനെ പിടിക്കാനാണ് ഞാനിവിടെ വന്നത്. എന്റെ ഫാൻസി ചേട്ടാ. ഫാൻസി അല്ല, ബേക്കറി. ഫ്രാൻസിസ് എന്ന് പറയാ. സോറി, എന്റെ അഗ്നി ചേട്ടാ. അഗ്നി, അങ്ങനെ ഇവൾക്ക് അങ്ങനത്തെ ബന്ധമൊന്നുമില്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് പ്ലീസ്. അപ്പൊ നിനക്ക് ബന്ധമുള്ളത്? എനിക്ക് അറിയത്ത പോലുമില്ല. പിന്നെന്തോന്ന് പാറു? നിനക്കറിയില്ല, പക്ഷെ ഇവക്കറിയാം. ഇവള് ആ തീവ്രവാദി സംഘവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ കൊച്ചു അവർക്ക് പാട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. ഏത് പാട്ട്? പാട്ടൊക്കെ ഞാൻ എഴുതി കൊടുത്തു, പക്ഷെ എനിക്കറിയത്തില്ല ഇവരൊന്നും. ആണോ? നിനക്കൊന്നും അറിയാൻ വേണ്ടിട്ടാണോ ഷീലയുടെ കൊച്ചിനെ എടുത്ത് വളർത്തിയത്? ഷീലയുടെ കൊച്ചിനെ എടുത്ത് വളർത്തിയോ? ഓ, ഷീലാക്കി ജവാനി. അപ്പൊ ഈ കൊച്ചെഴുതിയ പാട്ടാണോ? അല്ല പാറു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ പിള്ളേരൊക്കെ എനിക്ക് അറിയാവുന്നുള്ള പിള്ളേരാണ്, മനസ്സിലായോ? ഇവരങ്ങനെ ഉള്ള ഒരു ബന്ധം കാണില്ലേ. തീവ്രവാദി സംഘടന പോയിട്ട് ഒരു സംഘടനയായിട്ട് ബന്ധമില്ലാത്ത പിള്ളേരാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് പാറുവിന് തെറ്റുപറ്റിയതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നെ വിശ്വസിക്കുക. എന്നെ പാറുവിന് വിശ്വാസമില്ലേ? അല്ല, ഇവളെന്തിങ്ങനെ ഇരിക്കുന്നത്? ഇവളെ എന്നോട് കയറി കൊരിക്കാൻ വന്നു. കൂട്ടത്തെ ഞാൻ തലയ്ക്ക് ഏതോ ഒരു ഊക്കിളി പത്രത്തിന്റെ വലിയ ആളാന്ന് പറഞ്ഞു നടക്കുന്നു. പത്രം ഊക്ലിയല്ലേ പാറു, അവളാണ് ഊക്ലി. ഇരിപ്പ് കണ്ടില്ലേ പാറു? ഞാൻ പറയുന്നത് പാറു ഒന്ന് വിശ്വസിക്കുക. ഇവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും കാണില്ല. എനിക്ക് പാറുവിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പാറു വരും. അല്ലോ, എനിക്ക് അത്ര വിശ്വാസം പോരാ. അതെ, എന്നെ അല്ല, ഇവളുമാരെ പണ്ട് എന്തുമാത്രം കൊച്ചിന്. ആ കൊച്ചിനെ അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കില്ല. നമ്മൾ പണ്ടത്തെ കൂട്ടുകാരില്ലേ? എത്ര നാരങ്ങ മിഠായി ഞാൻ വാങ്ങിച്ചു തന്നേക്കും. ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. സോന, ആ കുട്ടിനെ ഒന്ന് വാച്ച് ചെയ്തോളൂ. ഓക്കെ മാഡം. സോന, എല്ലാവരെയും വാച്ച് ചെയ്തോ, നമ്മളെ പിള്ളേർ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
എന്റെ പൊന്നു കല്ലു, നിനക്ക് വേറെ ആർക്കും വേണ്ടി പാട്ട് എഴുതാൻ തോന്നിയില്ലേ? ഞാനിതൊക്കെ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പ്രാഞ്ച് ഇങ്ങോട്ട് എല്ലാം സോൾവ് ചെയ്തോ? സംഭവം സോൾവ് ആയെന്നാ തോന്നുന്നേ. എന്നാലും നമ്മളോടൊന്ന് സൂക്ഷിച്ചിരിക്കാൻ പാപ്പു പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? എടി, കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് അവർ അറിഞ്ഞ സ്ഥിതിക്ക് ഏത് സമയം അവർ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ വേണ്ടി ഇവിടെ വരും. ആ സമയത്ത് ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നോളാം പാപ്പു പറഞ്ഞു. എടി, അപ്പൊ അവരുടെ കയ്യിൽ മറ്റേ തോക്കൊക്കെ കാണത്തില്ലേ? എടി, തോക്ക് മാത്രോ? അവരിൽ സകലമാന സാധനങ്ങളും കാണും. ബോംബൊക്കെ കാണുമോ? പിന്നില്ലേ, എനിക്ക് അവരുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതുങ്ങളൊക്കെ എത്ര കൃത്യമായിട്ട് ഇങ്ങോട്ട് തന്നെ കയറി വരുന്നതെന്ന്. ഗൈസ്, എല്ലാരും കൂടി ഇനി ഇരുന്നാൽ മതി. ക്രിസ്മസ് കളറാക്കണ്ടേ? കല്ലു, എല്ലാത്തിനും നീ ഒറ്റ വരുത്തിയ കാരണം. ചേട്ടാ, അതിലൊരു ആക്സിഡന്റ് അല്ലായിരുന്നോ? അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ. ആക്സിഡന്റ്? എൻ്റെ ഭഗവാനെ, വർഷാവസാനം വല്ലവന്റെ തോക്കിലും തീരാനാണല്ലോ നമ്മുടെയൊക്കെ വിധി. എന്ത് ചെയ്യും? നീ ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ഇപ്പോൾ അവള് പറഞ്ഞ പോലെ നമുക്ക് പുൽക്കൂടിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നോക്കി അത് സെറ്റ് ചെയ്യാൻ പോവാം. ഉൾക്കൂട് പോയി അങ്ങ് സെറ്റ് ചെയ്താൽ മതി. ഞാനങ്ങ് വരുന്നൊന്നുമില്ല. എടി, ഒന്ന് റിലാക്സ് ആവുന്നു. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാൽ മതി. എന്നാ ശരി, അവളിനി ഇറിറ്റേറ്റ് ചെയ്യണ്ട, നമുക്ക് പോയിട്ട് വരാം. വാ. ഞാൻ ആ പേടിത്തൊണ്ടി എന്ന് പറഞ്ഞു നിനക്കാണല്ലോ ഒരു പേടി. അയ്യേ നാണക്കേട്. പൊടി. ഇത് സമയത്താണോ? അതെ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മൾ ആ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്തിരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കണ്ണം കടച്ച് നിന്നാ മതി. അപ്പോളോ? അപ്പൊ എന്താ, അവരൊന്ന് ഷൂട്ട് ചെയ്തിട്ട് അങ്ങ് വെക്കോളും. അപ്പൊ നമ്മൾ ചത്തു പോകത്തില്ലേ? എന്തുവാടേ കണ്ണിച്ചോരില്ലാതെ പറയുന്നത്? ഇന്നലെ അവര് ഗൺ പോയിന്റ് നിർത്തിയപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല. നന്ദി വേണോടി. എടി, ആ ടെററിസ്റ്റുകൾ എന്തിനാ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവരുടെ കുഞ്ഞിനെ നമ്മളാണ് ഇത്രയും വൃത്തിയിൽ പൊന്നു പോലെ നോക്കിയിട്ടുള്ളത്. ആ ഒരു സ്നേഹം അവർക്ക് നമ്മളോട് ഇല്ലാണ്ടിരിക്കത്തില്ല. അതെ അതെ അതെ, കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും പോയിന്റ് ഇല്ലേ അല്ലേ? അതെ, എനിക്ക് ആലോചിച്ചിട്ട് വേറൊരു കാര്യം മനസ്സിൽ വരുന്നുണ്ട്. അറിയോ, ഈ ടെററിസ്റ്റുകൾ ബേബീനെ റിസീവ് ചെയ്യാൻ വരാൻ നേരത്തെ ഈ സോനയും പാപ്പും കൂടി ആ സമയത്ത് ഇവർ അറ്റാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വരുന്ന ടെററിസ്റ്റുകൾ വേറെ ഒന്നും നോക്കത്തില്ല, നമ്മളെല്ലാവരെയും കൂടി അങ്ങ് തട്ടിക്കളയും. ആണോ? ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്ക് എന്താ പാപ്പു, ആ പുള്ളിക്കാരോട് പറഞ്ഞിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്താലോ, കൂട്ടിയാലോ? അത് നല്ല ഐഡിയ ആയിരിക്കും. അത് വലിയ നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് വേണം ന്യൂസും അവർ ഇവരൊക്കെ കണ്ടിട്ട് നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവാൻ. അല്ല, നമ്മളിപ്പോ ശരിക്കും ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ സാധനം മേടിക്കാം. അതെ, അതിനായിരുന്നല്ലേ നമ്മൾ ഇറങ്ങിയത്. അല്ല, ഈ വഴി പോയിട്ട് എന്ത് കാര്യം? നമുക്ക് അങ്ങനെ ആയിരുന്നില്ലേ പോകേണ്ടത്? എടാ, ഞങ്ങൾ നിന്നല്ലേ ഫോളോ ചെയ്ത് വരുന്നേ. കഷ്ടം. തിരിച്ചോ, എനിക്ക് വയ്യ. അതൊക്കെ ഇവിടെ. നീ പൈസ എടുത്താ? ഞാൻ എടുത്തില്ല. നീ എടുത്താ? ഞാൻ എടുത്തില്ല. നീ എടുത്താ? എന്റെ കയ്യിലുണ്ടായിട്ടുണ്ട് ഞാൻ എടുക്കാൻ. ആ ബെസ്റ്റ്. പിന്നെ എന്തിനാണ് ഈ ഒരുങ്ങിയും കിട്ടി ഇറങ്ങിയത് രണ്ടും കൂടി? എന്റെ പുറകെ ഫോളോ ചെയ്ത് തന്നാന്ന്. വാ, വീട്ടിൽ പോയി പൈസ എടുത്തിട്ട് വാ. ആടാ, പൈസ എടുക്കണോട്ടാ. നിന്റെ പുറകെ വന്ന് ഞങ്ങളെ വേണം തല്ലാൻ. ഒന്നാണെങ്കിൽ നടക്കരുത് കല്ലു. മേഡം എന്തായി നോക്കുന്നേ? അല്ല സോന, ഞാൻ ഈ ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുമായിരുന്നു. നമ്മളിവിടെ ഉള്ള വിവരം ആ ഷീലയും ഗ്യാങ്ങും അറിഞ്ഞ സ്ഥിതിക്ക് അവരെത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കും. അല്ല മേഡം, അങ്ങനെ അവരെ നേരിടണമെങ്കിൽ അതിനുള്ള ഫോഴ്സ് നമുക്ക് വേണ്ടേ? അല്ല സോന, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിലേ അവരെ ഇറക്കിയിട്ട് കാര്യവുമില്ല. അങ്ങനെ എന്തെങ്കിലും അവർ വരാതിരുന്നാൽ മുകളിലുള്ള സാർമാരെ നമ്മളെ ചീത്ത വിളിക്കും. മനസ്സിലായോ? അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ കീഴ്പ്പെടുത്താനാ അടുത്ത പ്ലാൻ? മാക്സിമം അവരെ കീഴ്പ്പെടുത്തി റൂമിലിട്ട് അടയ്ക്കേ നിവൃത്തിയുള്ളൂ. സോന എന്തായാലും അലർട്ടായിട്ടിരിക്കണം. ഏത് നിമിഷവും അവർ ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ? ഓക്കെ മാഡം. എന്തായാലും മാഡം, ഞാൻ മോളെ റൂമിൽ കിടത്തിയിട്ട് വരാം. പോ. ഹലോ, ആ പെങ്ങളെ, ഞാൻ ഇവിടെ എത്തി. ഇപ്പം എത്തിയുള്ളൂ ഇവിടെ. അതൊന്നും പ്രശ്നമില്ല പെങ്ങളെ, ഞാൻ പറഞ്ഞ് സംസാരിച്ചോളാം.
അതെല്ലാം ഞാൻ സംസാരിച്ച് എല്ലാം ഭംഗിയാക്കൂന്ന്. ഞാൻ അതിനല്ലേ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ അവൾ സമ്മതിച്ചില്ലെങ്കിൽ ആണ്ടെ ഞാൻ അവളങ്ങ് തട്ടിക്കൊണ്ടങ്ങ് വരും. അതിനും ഞാൻ മടിക്കില്ല. ആ ഓ ഓ അതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം. ഓ ശരി. അയ്യോ ആരാ? ഞാനോ? ആ ഞാൻ പാപ്പു, ഇവിടുത്തെ കൊച്ചിനെ നോക്കാൻ വന്നതാ. ഓഹോ, അപ്പോൾ എൻ്റെ കുഞ്ഞിനെയൊക്കെ നോക്കുന്നത് നിങ്ങളാണല്ലേ? അതെ. നിങ്ങളെന്താ വന്നത്? ഞാൻ എൻ്റെ കൊച്ചിനെ കാണാൻ വന്നതാ. ഓഹോ, അപ്പം ഞാൻ ഉദ്ദേശിച്ച ആള് നിങ്ങൾ തന്നെ. എന്താ തൻ്റെ ജോലി? അങ്ങനെയൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്യും. അങ്ങനെ എല്ലാ ജോലിയെന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങനെ ഓരോന്നായിട്ട് വ്യക്തമായിട്ട് പറയാനൊന്നും പറ്റത്തില്ല. ഓഹോ, നിങ്ങളെ കൊച്ചിനെയൊക്കെ വിളിച്ചാലേ എനിക്ക് വേറൊരു പരിപാടി ഉള്ളതാ, പോണം. എന്തോന്ന് പരിപാടി? തെരുവ് നാടകം. ഈ സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഭരണവർഗത്തിനെതിരെ വിറപ്പിക്കുന്ന തെരുവ് നാടകം. നാടകത്തിന്റെ പേരെന്താ? അന്ധകാര. ഓഹോ, അപ്പൊ നിങ്ങളാണല്ലേ ഈ രാജ്യത്ത് തീവ്രവാദം വളർത്തുന്നത്? പൊട്ടിക്കും ഞാൻ. സത്യം തുറന്ന് പറഞ്ഞോ? പൊട്ടിക്കും ഞാൻ. തോക്ക്. എന്റെ പൊന്നു പെങ്ങളെ പറയണേ, എന്തും ഞാൻ ചെയ്യാം. അത് നോട്ട് മാറ്റി വെക്കും, അത് പൊട്ടും. എന്നാ കേറിങ്ങോട്ട്. അത് ഞാൻ വരാന്ന്, അത് മാറ്റി. പെങ്ങൾ പറയണ എന്ത് വേണോ ഞാൻ ചെയ്യാന്ന്. എന്നാ കേറ്. പൊട്ടിക്കല്ലേ? കേറ് 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 കേറ്. പെങ്ങളെ എന്റെ നാടകം. നിന്റെ ഒരു നാടകം പൊട്ടിക്കും ഞാൻ. മര്യാദയ്ക്ക് കിടന്നോ അവിടെ. പെങ്ങളെ എനിക്ക് നാടകം ഞാൻ ചെന്നില്ലെങ്കിൽ കളി മുടങ്ങും. പെങ്ങളെ വല്ലാത്തൊരു പണിയായി പോയല്ലോ. ഇനി വല്ല തലയ്ക്ക് സുഖമില്ലാത്ത വല്ല കേസ് വല്ലതും ആണോ? ആ എന്തായാലും പെട്ട്. വന്നോ കൊച്ചേ? നിന്റെ തലവൻ വന്നിട്ടുണ്ട്. നിന്റെ തലവനോ? നിന്റെ അല്ല, എവളുടെ. എന്റെ പൊന്നു ചേച്ചി, ഈ പറഞ്ഞ സംഘങ്ങളായിട്ടൊന്നും എനിക്ക് ഒരു കണക്ഷനും ഇല്ല. ഞാൻ എത്ര തവണ പറഞ്ഞതാ. അതൊക്കെ തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. തിരിച്ചറിയൽ പരേഡോ? നിങ്ങൾ എന്തോന്നൊക്കെ പറയുന്നേ? ഇങ്ങോട്ട് വാ, അകത്ത് കിടപ്പുണ്ട്, കാണിച്ചു തരാം. വരൂ. ഇയാൾക്ക് വേണ്ടല്ലേ നീ കവിത എഴുതിയത്? ഇയാളൊന്നുമല്ല. പിന്നെ എന്റെ പൊന്നു പാപ്പു, ഇത് നമ്മുടെ ഇവിടെയുള്ള അവന്തിയുടെ അമ്മാവനാണ്, ഉദയൻ അമ്മാവൻ. എന്റെ പൊന്നു മോളെ, ഇവരടുത്ത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തീവ്രവാദിയല്ലേ? അത് എന്തോന്നു പോലും എനിക്ക് അറിഞ്ഞൂടാ എന്റെ പെങ്ങളെ. അമ്മാവൻ അവന്തിയെ കാണാൻ വന്നതായിരുന്നോ? ഞാൻ അവന്തിയെ കണ്ട് കല്യാണക്കാര്യം സംസാരിക്കാൻ വന്നതാ. അപ്പോഴാ അവര് ഇതിനകത്തിട്ടോട്ട് പൂട്ടി വെച്ചത് തന്നെ. അയ്യോ സോറി അമ്മാവ, ഞാൻ അവന്തിയെ വിളിക്കട്ടെ? വേണ്ട മോളെ, ഞാൻ ഇനി ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞോളാം. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. ഓ എല്ലാത്തിനും വലിയ ഉപകാരം കേട്ടാ. എന്താ അമ്മോ, മാറിക്കാൻ മോളെ, ഞാൻ പോട്ട്. അയ്യോ കഷ്ടം തന്നെ. ഇവിടെ ആരുമില്ലേ? ആവന്തി പോരെ പോരെ. നീ എന്താ ഇവിടെ? ഇതെന്താ കയ്യില്? ഇത് ക്രിസ്മസ് ഗിഫ്റ്റ്. ആ ശ്യാം തന്നതായിരിക്കല്ലേ? ശ്യാമ്പന്തിന് നിനക്ക് തോന്നുന്നത് എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ? അയ്യടാ, ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയ ചടുക്ക്. അവനവിടെ പണിയുണ്ട്. ഇനി അവൻ നിന്റെ പുറകെ നടക്കുമെന്ന് നീ വിചാരിക്കട്ടെ മോളെ, വിട്ടുകളാതെ. ഇതൊക്കെ നീ ഇപ്പൊ പറയും. നീ കണ്ടോ 2 ദിവസം കഴിഞ്ഞ് ശ്യാം എന്റെ പുറകെ വരുന്നത്? തന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചെബുക്കലടിച്ച് ഞാനങ്ങ് പറയും, അത്രേ ഉള്ളൂ. കുറച്ചെങ്കിലും നാണമുള്ള ഒരുത്തരാണെങ്കിൽ നിന്റെ പുറകെ ഞാൻ വരൂല, സത്യം പറയാലോ കാര്യമായിട്ട്. ആ ചാരു ഇതുവരെ ഫുള്ളായിട്ടും സെറ്റ് ആയില്ലല്ലോ. ഏതാ ചാരു? ചാരു ഫുള്ളായിട്ട് സെറ്റ് ആയില്ലെന്നല്ല, ക്വാർട്ടറായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അയ്യോ, ബാക്കി സെറ്റ് ആവണമെങ്കിൽ ഞാനും കൂടെ തീരുമാനിക്കണം. ഏതോ പിന്നെ നീ തീരുമാനിച്ചിട്ടില്ലേ കാര്യങ്ങളൊക്കെ? ഞാൻ സെറ്റ് ആയിക്കോളാം കേട്ടാ. നീ എന്റെ വഴക്കുണ്ടാക്കാനാണ്. അവര് പുറത്തു പോയേക്കോ ക്രിസ്മസ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അല്ല ഇതൊക്കെ എന്തോ പിന്നെ?
ഇത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇതെന്റെ ഇച്ചി വാങ്ങിച്ചെന്ന ക്രിസ്മസ് കൊടി. അല്ല ആക്ച്വലി ക്രിസ്മസിന് സ്റ്റാർ അല്ലേ തൂക്കുന്നത്, കൊടിയല്ലല്ലോ. ഇക്കളിയാക്കി ചിരിക്കട്ടെ. പിന്നെ അല്ലാതെ എന്തോന്ന് എടി കൊടി, കോടി, ക്രിസ്മസ് കോടി, ഡ്രസ് ഷർട്ട് ഫോർ ദ ക്രിസ്മസ്. ഓ കോടി, ഞാൻ കേട്ടത് കൊടിന്നാ. വരും അടങ്ങോട്ട്, അവള് പുറത്ത് പോയേക്കോ സാധനം മേടിക്കാനായിട്ട്. ദൈവമേ തന്നെ ഞാൻ പറയാം. ആയിക്കോട്ടെ. അതാ വന്നല്ലോ അന്വേഷിച്ചാള്. ഇവന്റെ കാര്യം അല്ല, എവിടെ ക്രിസ്മസ് സാധനങ്ങൾ അത് മേടിക്കാനേ പോയത്? സാധനങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോയി, വിചാരിക്കണ പോലെ ഒന്നും ഒട്ടുക്കത്ത റേറ്റ്. പിന്നെ കിട്ടിയതേ 5 തൊപ്പിയും വാങ്ങിച്ചോണ്ട് വന്നു. ഈ 5 തൊപ്പി മേടിക്കാനാണോ 3 പീസും കൂടെ കെട്ടി എഴുന്നള്ളി പോയത്? അല്ല ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ, ഒരു പീസ് എവിടെ? ഓ അത് പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ കിട്ടുമോ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, വരുമായിരിക്കും. പണ്ടുള്ള സ്വഭാവമാണത്. നിങ്ങൾ ഈ തൊപ്പി വെച്ചോണ്ട് എന്ത് കാണിക്കാൻ പോണേ ക്രിസ്മസിന്? കഷ്ടം തന്നെ. ഇതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ചോദിച്ചത്. ഹലോ, നമ്മള് എങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തോളാം. ഇയാളുടെ അഭിപ്രായം ചോദിച്ചാ? എടി അവൻ പറഞ്ഞതും കാര്യമില്ലേ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എന്തോരം നല്ല ഗ്രാൻഡ് ആയിട്ട് ക്രിസ്മസ് ആഘോഷിച്ചത്. എടി മോളെ അവിടെ കിടന്ന് കേറി കിടന്ന് ഉറങ്ങിയല്ല, അപ്പൊ ആലോചിക്കണായിരുന്നു. ആ അത് ശരിയാ. അതിനിടയ്ക്ക് നിന്റെ അമ്മ വന്നിട്ട് നമ്മുടെ സമയവും കളഞ്ഞു. അല്ല പിന്നെ എന്റെ അമ്മാവനോ? ആ ഉദയൻ അമ്മാവനോ? ആ അമ്മാവനെന്തിനാണ് വന്നത്? ആ അത് പോട്ടെ, നമ്മള് ഡെക്കറേറ്റ് ചെയ്യണ്ട സാധനങ്ങളൊക്കെ. എന്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യും? ഈ തൊപ്പി വെച്ചോ? നമുക്കുള്ളത് വെച്ച് ആഘോഷിക്കാം. വൈനും കേക്കൊക്കെ ഇല്ലേ? ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വേണമെങ്കിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ട്രീയാ? ഈ ചാക്കിലുണ്ടെന്നാണ് ഈ പറയണത്? പോടാ. എന്തുകൊണ്ടോ? അപ്പൊ ഇത് ഇങ്ങനെ എടുത്ത് ഫിറ്റ് ചെയ്യോ? ഫിറ്റ് ചെയ്യും, ഫിറ്റ് ചെയ്യും. അത് കൊള്ളാം അല്ലേ? എൻ്റെ ചാരന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തൊക്കെ തരൂലേ, എല്ലാം ഞാൻ തരൂലേ. ക്രിസ്മസ് ട്രീ ഉണ്ട്, ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളുണ്ടെന്ന് പൊളിച്ചെടുക്കും നമ്മള്. ശരി, ഞാനേ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട്. ഓക്കെ, ഇതെന്താ കുഴപ്പം? ഇതല്ല, വേറെ ഡ്രസ് കോഡ് ഉണ്ട്, ക്രിസ്മസിന് വേണ്ടി ഡ്രസ് കോഡ്. ഓ അങ്ങോട്ടല്ല, അങ്ങോട്ട്. ഏത്? അത് റൂം ഉണ്ടല്ലോ, ആരും ഉപയോഗിക്കാത്ത റൂം. ഞാൻ അവിടെ പോകണം. എന്റെ കാര്യം എടി എടി, എന്നാ പിന്നെ നമുക്ക് അവനെ പോലെ നമുക്ക് ഈ പറഞ്ഞ ഡ്രസ് കോഡ് ചെയ്യാം. ആണോ? വൈറ്റ് ഇട്ടാലാ? വൈറ്റ് പറ്റത്തില്ല, പിന്നെ റെഡ് അല്ലേ ക്രിസ്മസ്, സോ റെഡ് തന്നെ ഇടണം. എന്റെ അടുത്ത് വൈറ്റ് ഇടും, ഞാൻ വൈറ്റ് ഇടും. അപ്പൊ നീ വൈറ്റ് ഇടും, നമുക്ക് മിക്സ് ചെയ്തിടാം. വൈറ്റ് റെഡ്, വൈറ്റ് റെഡ്, റെഡ് വൈറ്റ്. കൂടുതൽ ഡെക്കറേഷൻ വേണ്ട, പോവാം. ബാ അതെ, ഇവരെ കണ്ടിട്ട് ഒറിജിനൽ കരോളുകാരാണെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാമെന്ന ടെററിസ്റ്റുകാരാണെങ്കിലോ? ആഹാ, എന്നാ കൊണ്ടിട്ടാ പോത്തുള്ളൂ. അമ്മാവനോ? എന്ത് ഈ വേഷത്തി? അത് നിനക്കറിഞ്ഞൂടി, ഓണം വന്നു കഴിഞ്ഞാൽ ഞാൻ മഹാബലിയാവും, വിഷു വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രീകൃഷ്ണനാവും, ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ഞാൻ സാന്റാക്ലോസ് ആവും. അതാണ് ഈ ജയൻ. മാസ്ക് പറ്റിയില്ലെങ്കിൽ ഇപ്പം സാന്റാക്ലോസ് ക്ലോസ് ആയേരെ. എടേ നീ എന്തേടി കാണിച്ചത്? ഞാൻ പേടിച്ചു. ഇവരൊക്കെ ഇവിടെ നിട്ടിയണം. ഇത് നമ്മളെ പിള്ളേർ എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നല്ലേ. പിന്നെ ഇത് കോവിൽ തൊഴാൻ വേണ്ടി വന്ന 2 പയ്യന്മാർ. സ്വാമിമാരാണ് അവർ. ഓ പിന്നെ നമ്മളെ പയ്യന്മാർ.
നമുക്ക് പിന്നെ ഒന്നും നോക്കില്ല മതസൗഹാർദ്ദം നമുക്കെല്ലാം ഒന്നല്ലേ. എന്നെ വിളിച്ചുകൂടായിരുന്നു, ഞാൻ പറ്റില്ലായിരുന്നു. എടി നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ സർപ്രൈസ് പൊളിയില്ലടേ. അവർക്കല്ലേ സർപ്രൈസ്. അതുപോലെ ഞാൻ നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടാ. ചിരിക്കണ്ട, പിന്നെ നല്ലൊരു ദിവസമായിട്ട് പോട്ടെ. അതെ പോട്ടെ. എങ്ങനെയുണ്ട് അതൊക്കെ ഒപ്പിച്ച് എങ്ങനെയുണ്ട് മാസ്ക് വരെ നല്ല ഇപ്പൊ ക്ലോസ് ആയിരുന്നു സാന്റാ ക്ലോസ്. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? നല്ലത്. എങ്ങനെയുണ്ടായിരുന്നു? എന്തിങ്ങനെ നിക്കണേ? ആഘോഷിക്കേ. ഹാപ്പി ക്രിസ്മസ് ആഘോഷിക്കേ. ാ